സുഹൃത്തുക്കളെ, നമ്മുടെ സെമിനാർ ആരംഭിക്കുകയാണ്. ഇടം സാംസ്കാരിക വേദി, അതേപോലെ തന്നെ കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ലൈബ്രറിയിൽ ചേർന്നുകൊണ്ട് വായന പക്ഷാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു സെമിനാറാണ് അല്പസമയത്തിനകം ഇവിടെ നടക്കാൻ വേണ്ടി പോകും. ഇടം സാംസ്കാരിക വേദിയെ സംബന്ധിച്ച് മുഴുവൻ ആളുകൾക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിരന്തരമായി കുന്നമംഗലത്തെ സാംസ്കാരിക മേഖലയിൽ എല്ലാം തന്നെ കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക വേദിയാണ് ഇടം. ഗ്രാമപഞ്ചായത്തിന്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇടവും അതേപോലെ തന്നെ നമ്മുടെ വായനശാലയും സംയുക്തമായാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടിയെ സംബന്ധിച്ച് എത്തിയിരിക്കുന്ന ആളുകൾക്ക് സ്വാഗതം പറയുന്നതിനും ഈ ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന മുഴുവൻ ആളുകൾക്കും സ്വാഗതം പറയുന്നതിന് വേണ്ടി ഇടത്തിന്റെ പ്രവർത്തകരായിരിക്കുന്ന രവീന്ദ്രൻ കുന്നമംഗലത്തോട് അഭ്യർത്ഥിക്കുന്നു. കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് വായനശാല കമ്മിറ്റിയും ഇടം സാംസ്കാരിക വേദിയും കൂടി സംയുക്തമായാണ് ഇന്നിവിടെ പുസ്തക ചർച്ച സിമ്പോസിയം നടത്താൻ പോകുന്നത്. കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് വായനശാല ഈ കെട്ടിടത്തിൻ്റെ മുകൾ നിലയിലാണ് പ്രവർത്തിക്കുന്നത്. ഏകദേശം 75 വർഷത്തോളം പഴക്കമുള്ള ഒരു ഗ്രന്ഥാലയമാണ് കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ വായനശാല. ഒട്ടേറെ പുസ്തകങ്ങളുണ്ട്, ഒട്ടേറെ വായനക്കാരുണ്ട്. ഈ അടുത്ത കാലത്തായി പുതിയ കമ്മിറ്റികളൊക്കെ നിലവിൽ വരികയും പുതിയ പരിപാടികൾ വായനശാലയോടനുബന്ധിച്ച് നടത്തുകയും ചെയ്തിട്ടുണ്ട്. കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ പഞ്ചായത്തിലുള്ള മുഴുവൻ കലാകാരന്മാരെയും വിളിച്ചു വരുത്തി പഞ്ചായത്ത് മുന്നിട്ടിറങ്ങി നടത്തിയിട്ടുള്ള ഒരു സംഘടനയാണ് ഇടം സാംസ്കാരിക വേദി എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇടവും. സംയുക്തമായാണ് ഈ വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി പുസ്തക ചർച്ച സംഘടിപ്പിക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പുസ്തക ചർച്ച റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകവുമായി ബന്ധപ്പെട്ടാണ് ചർച്ച നടക്കുന്നത്. ഈ ചർച്ച അല്ലെങ്കിൽ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ എ അബ്ദുൽ ഹക്കീം സാറാണ്. അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ അമരക്കാരനായിരുന്നു. നിരവധി വിദ്യാഭ്യാസ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. അതേപോലെ തന്നെ ഇപ്പോൾ കോഴിക്കോട് SSKയുടെ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ കൂടിയാണ്. അദ്ദേഹത്തെ ഈ പുസ്തക ചർച്ച ഉദ്ഘാടനം ചെയ്യുന്നതിനായി അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലജി പുൽക്കുന്നവരാണ്. അവരെ വളരെ സ്നേഹത്തോടെ തന്നെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ മുഖ്യാതിഥി ഇടം സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ് കൂടിയായ വിജയൻ കാരന്തൂരാണ്. സിനിമാ നാടക രംഗത്ത് അത്ഭുതങ്ങൾ കാട്ടുന്ന വിജയൻ കാരന്തൂരിനെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക. അതേപോലെ തന്നെ ഈ പുസ്തക ചർച്ചയുടെ മോഡറേറ്റർ ഡോക്ടർ സജിത കീഴിപ്പുറത്താണ്. ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ മലയാള വിഭാഗം
അവരെയും ഈ ചടങ്ങിലേക്ക് സാധ്യമായി സ്വാഗതം ചെയ്യും. അതേപോലെ ഇത് അവതരണം നടത്തുന്നത് ചെറുകഥാകൃത്തും മാർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ KV ജ്യോതിഷ് അതേപോലെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. അതേപോലെ തന്നെ പുത്തൂർ GHSSലെ അധ്യാപകനും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തനമൊക്കെയായ ഷിജു ആർ നമ്മുടെ കുന്നമംഗലത്തുകാരൻ കൂടിയാണ്. ഇപ്പോൾ അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. ഈ പുസ്തക ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇടത്തിന്റെ സെക്രട്ടറി കൂടിയായ മധുസൂദനൻ മദ്യപ്പാടം, അതേപോലെ തന്നെ പവിത്രൻ PV, വിനോദ്, രാജു തുടങ്ങിയ കുന്നമംഗലത്ത് പരിസര പ്രദേശത്തുമുള്ള സാംസ്കാരിക പ്രവർത്തകരാണ്. അവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്നത് മണിരാജ് പൂരലാണ്, ഇടത്തിന്റെ വൈസ് ജോയിന്റ് സെക്രട്ടറി. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഇതിനൊക്കെ പുറമെ ഈ വൈകുന്നേരം നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും ഇത് കേൾക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആസ്വാദകരെയും ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി പുൽക്കുന്നുവലിനെ ക്ഷണിച്ചുകൊള്ളു. കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് വായനശാലയും അതേപോലെ ഇടം സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന പുസ്തക ചർച്ച സെമിനാറാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഡോക്ടർ MK അബ്ദുൾ ഹക്കീം മാഷാണ്. അതേപോലെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള സിനിമ ആർട്ടിസ്റ്റ് കൂടിയായിട്ട് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ജയൻ കാരന്തൂരാണ്. മോഡറേറ്ററായിട്ട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മലയാളം വിഭാഗം പ്രൊഫസറായിട്ടുള്ള സജിത കീരിപ്പുറത്ത് അവർകളാണ്. അതേപോലെ ഈ വിഷയം അവതരണം ചെയ്യുന്നത് KV ജ്യോതിഷ് മാർക്കസ് ഹൈസ്കൂൾ അധ്യാപകനാണ്. ഷിജു ആർ എഴുത്തുകാരൻ. അതേപോലെ ഈ സെമിനാറിൽ ചർച്ച ചെയ്യുന്നത് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള പവിത്രൻ PV, വിനോദ്, രാജു, അതേപോലെ മധുസൂദനൻ പന്തീർപ്പാടം, നന്ദി അർപ്പിക്കുന്ന മണിരാജ് പൂനൂർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും പ്രിയമുള്ളവരെ. ഇവിടെ സ്വാഗതത്തിലൊക്കെ സൂചിപ്പിച്ചു, ഇടം കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വായനശാല അതിന്റെ മുകളിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നല്ല രീതിയിലുള്ള പ്രവർത്തനമായിട്ടാണ് വായനശാല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പൊ ഇടത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് സ്വാഗതത്തിൽ തന്നെ സൂചിപ്പിച്ചു തന്നു. നമുക്കറിയാം കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് കുന്നമംഗലം പഞ്ചായത്തിൽ പെട്ടിട്ടുള്ള എല്ലാ കലാകാരന്മാരെയും ഒന്നിച്ചുകൊണ്ട് ഒരു ഇടം ആക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് അതിൽ നിരവധി ചർച്ചകളും അതോടൊപ്പം തന്നെ നിരവധി പരിപാടികളുമാണ് അതിന്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ദിവസം നമുക്കറിയാം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ഈ ഒരു പുസ്തക ചർച്ച ഈ ദിവസം തന്നെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ എല്ലാവരുടെയും പിന്തുണയും നേതൃത്വമാണ് ഈ ദിവസത്തേക്ക് നമ്മളെ ഒരുക്കിയിട്ടുള്ളത്. റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം അഗിപി ധർമ്മജൻ എഴുതിയിട്ടുള്ള ആ ഒരു പുസ്തകത്തിന്റെ ചർച്ചയാണ്. നമുക്ക് ആ പുസ്തകത്തിന്റെ വിശദീകരണം ഒന്നും ഇവിടെ ചർച്ചയിലൂടെ തന്നെ നമുക്ക് കേൾക്കാം. ആനന്ദിയും ഇവിടെയൊക്കെ കഥാപാത്രം അതിലുള്ള നല്ലൊരു കഥ തന്നെയാണ്. അതിന് ഒരുപാട് പരിപാടികൾ ഉണ്ടായതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ അഭിവാദ്യം അർപ്പിക്കുകയാണ്. ദീർഘിപ്പിച്ച് കൊണ്ടുപോകണില്ല. ഏതായാലും ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വളരെ സ്നേഹത്തോടു കൂടി അബ്ദുൾ ഹക്കീം മാഷ് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ആരാണ് അതിനെ ഹിറ്റാക്കിയത്, ആരാണ് ഇതിനെ ചർച്ചയിലെത്തിയത്? നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ പുതിയ തലമുറയിലെ കുട്ടികളാണ്. പക്ഷെ ഇവിടെ എപ്പോഴും ഇരിക്കുന്നത് എക്സ്പയർ കഴിഞ്ഞ ആൾക്കാരാണ്. ഹിറ്റല്ല അവസ്ഥയാണ്. ജൻസി വായനകൾക്ക് വലിയ റോള് കിട്ടിയ പുസ്തകമാണല്ലോ അഗിപി ധർമ്മജൻ. ആരുടെ എഴുത്തുകാരനാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ആരുടെ എഴുത്തുകാരനല്ല എന്ന് നമുക്കറിയാം. ഒന്ന് ആലോചിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ പറയുന്നത്. സത്യത്തിൽ ഈ പാനലിൽ ഒരു പക്ഷേ പുതിയ തലമുറയുടെ ആളുകൾ, ഷിജിയൊക്കെ പുതിയ സെൻസിബിലിറ്റിയോട് പുതിയ ആളാണെങ്കിലും താടി നരച്ചു പോയത് കൊണ്ട് അംഗീകാരം കിട്ടില്ലല്ലോ. ഇത്ര സെൻസിബിലിറ്റിന്റെ കാര്യമല്ല. കുട്ടികളെന്ന് പറഞ്ഞാൽ ഇപ്പൊ കോളേജിൽ നിന്ന് സരിത ടീച്ചറെ വിളിക്കുന്നതിന് പകരം ആർട്സ് കോളേജിലെ 2 കുട്ടികളായിട്ട് വന്നെങ്കിൽ ഒരുപക്ഷെ അല്ലേ ടീച്ചർ, ഞാൻ വേറൊരു ആംഗിൾ ചോദിക്കുകയാണ്. നമ്മളുടെ പ്രാതിനിധ്യം കുട്ടികൾ കൂടി ഇല്ലാതെ പോയോ എന്നുള്ളതൊരു ഘടകം തന്നെയാണ് കാര്യമുള്ളത്. നമ്മളൊക്കെ പറയാതെ അങ്ങനെ എല്ലാവിധം ആളുകളെയും ശ്രമിക്കുന്നുണ്ട്. കാരണം കുറച്ചുകൂടി കുട്ടികളെ മറ്റു എത്തിച്ചിട്ടില്ലെങ്കിൽ
നമ്മുടെ ഒരു തലമുറ പോകുന്നതോടുകൂടി ഇടവും നമ്മുടെ പുസ്തകശാലയും ഒക്കെ ആളില്ലാ സ്ഥലമായി മാറിപ്പോവില്ലേ. നമ്മുടെ തലമുറയും കൂടി ഇത് കൊണ്ടുവരണം, പിന്നെ അടുത്ത തലമുറ താൻ ഏറ്റെടുക്കും. ഇതൊക്കെ ആദരായ ചോദ്യമാണ്. ഇന്ന് ബഷീറിന്റെ ആടിനെയും കൊണ്ട് ബഷീറിന്റെ കഥാപാത്രങ്ങളെയും കൊണ്ട് സ്കൂളുകളിലും ഒക്കെ വലിയ ആഘോഷങ്ങൾ നടക്കുന്ന ദിവസമാണ്. ഒരു പഞ്ചായത്ത് അതിന്റെ ഒരു പുസ്തക സാഹിത്യ ചർച്ച നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ സംഭവിക്കേണ്ടിയിരുന്നത് ഇന്നൊരു ബഷീർ ദിനത്തിന്റെ ആഘോഷമായിരുന്നു. ബഷീറിൽ നിന്നും അഖിലിലേക്കുള്ള മാറ്റം എന്നത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഇന്ന് ബഷീറിനെ കുറിച്ച് ചർച്ച ചെയ്യാതെ അഖിൽ പി ധർമ്മജൻ ചർച്ച ചെയ്യപ്പെടേണ്ട സാഹചര്യം ഉണ്ടായത് 2-3 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, 3.5 ലക്ഷത്തിലധികമാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം കേരളത്തിൽ വിറ്റുപോയത്. ഇപ്പോഴും അതിന്റെ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ്. 3.5 ലക്ഷം കോപ്പി ഈ ഒരു നോവൽ വിറ്റ് പോവുക എന്നത്, അല്ലെങ്കിൽ 4 ലക്ഷത്തിലേക്ക് അടുക്കുക എന്നുള്ളത് അത്ഭുതകരമായ എണ്ണമാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് ജനപ്രിയ സാഹിത്യത്തെ കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായ പഠനം നടന്ന, ഒരുപക്ഷെ അത് നടത്തിയിട്ടുള്ള സ്കറിയ സക്കറിയ മാഷപ്പോലുള്ളവരോടൊക്കെ അല്ലെ അവരുടെയൊക്കെ ചില വിലയിരുത്തലുകളൊക്കെ വെച്ച് നമുക്ക് സംസാരിച്ച് നോക്കേണ്ടി വരും. പക്ഷെ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങൾ റാം കെയർ ഓഫ് ആനന്ദിയെ തന്നെ പർട്ടിക്കുലർ ആയിട്ട് എടുത്താൽ, അല്ലെങ്കിൽ ലിംഗ വിജയന്റെ പുസ്തകം എടുത്താൽ, പുതിയ ഏറ്റവും വലിയ അപ്രന്റ് ഹിറ്റുകൾ എന്നാണ് അത്തരം പുസ്തകങ്ങൾക്ക് ഇപ്പോൾ പറയുന്ന പേര് എന്ന് നിങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ എഴുതുന്നില്ലെങ്കിൽ അത് ഒന്ന് മനസ്സിലാക്കാം. അപ്പ് ഫ്രണ്ട് ഹിറ്റുകൾ എന്നാണ്. അപ്രന്റ് സാഹിത്യം എന്ന അപ്രന്റ് ഹിറ്റുകൾ എന്നൊക്കെയാണ്. ഒരു കാലത്ത് നമ്മൾ ഇവിടെ ഇരിക്കുന്ന എത്ര ആള് റാം കെയർ ഓഫ് ആനന്ദി വായിച്ചിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ആ പുസ്തകത്തിലെ ഏറ്റവും വലിയ ജനപ്രിയതയ്ക്ക് കാരണമായി എനിക്ക് തോന്നിയിട്ടുള്ള 2-3 കാര്യങ്ങൾ. ചിലർക്ക് അതിനെക്കുറിച്ച് എഴുതി, ഞാൻ അതിനെക്കുറിച്ച് അത് വായിച്ചിട്ടില്ല. അതേപറ്റി അങ്ങനെ വലിയ സ്റ്റഡി എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? സ്റ്റഡിയൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വായിച്ചതിൽ നിന്നുള്ള ഒരു അറിവ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ചില പോസിറ്റീവായ സംഗതികൾ കൂടി അതിന്റെ ജനപ്രിയതയ്ക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ വളരെ നിസ്സാരമായി പറയുന്ന ചില കാരണങ്ങളല്ല, എല്ലാത്തിനും കൊണ്ടും പറയാവുന്ന, നേരത്തെ മറ്റു വിധത്തിലെ നമ്മൾ പറഞ്ഞപ്പോഴും വലിയ മുഖ്യധാര സീരിയസ് സാഹിത്യത്തെ അല്ലെങ്കിൽ പ്രധാന സാഹിത്യത്തിന്റെ പ്രധാന ഗുണവശമായി പറയുന്ന കാര്യങ്ങളെ ഒക്കെ തള്ളിക്കളയുകയോ റദ്ദ് ചെയ്യുകയോ നിസ്സാരവൽക്കരിക്കുകയോ ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങൾ അത്തരം സാഹിത്യത്തിലുണ്ട് എന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ മാറ്റി നിർത്തണമെന്ന് നമ്മുടെ ചില മുഖ്യധാര വിമർശകരും സാഹിത്യത്തിലെ ചില കാരണവന്മാരും ഒക്കെ പറഞ്ഞത്. അത് നമുക്കറിയാവുന്നതുപോലെ അതൊരു തൊലിപ്പുറം വായനയാണ് എന്നും വളരെ ഉപരിപ്ലവമായ വൈകാരികതകളെയാണെന്ന് ആലോചിക്കുന്നത് എന്നതുകൊണ്ടും അത് വളരെ സീരിയസ് ആയ എന്തെങ്കിലും ആലോചനകളോ പുതിയ എന്തെങ്കിലും സംവേദനക്ഷമതയോ ഉത്പാദിപ്പിക്കുന്നില്ല എന്നും അത് ഒരു സീരിയസ് ആയ ഒരു രാഷ്ട്രീയത്തെയോ അല്ലെങ്കിൽ അങ്ങനെ ചില ആലോചന വിഷയങ്ങളെയോ മുന്നോട്ട് വെക്കുന്നില്ല എന്നതും ഒരു സാഹിത്യ കൃതി കൊണ്ട് ഉണ്ടാവേണ്ടുന്ന എന്ന് നമ്മൾ കരുതുന്ന തരത്തിലുള്ള സാമൂഹ്യമായ ചില ഇടപെടലുകൾക്കുള്ള സാധ്യതകൾ തുറന്നു തരുന്നില്ല എന്നുള്ളതൊക്കെയാണ് നമ്മൾ സാധാരണ ഈ പൈങ്കിളി സാഹിത്യം എന്ന് വിളിച്ച, അല്ലെങ്കിൽ തൊലിപ്പുറ സാഹിത്യം എന്ന് വിളിച്ച, അല്ലെങ്കിൽ കാനത്തിന്റെ സാഹിത്യം എന്ന് വിളിച്ച കൃതികൾക്ക് നമ്മൾ പറഞ്ഞ പോരായ്മകൾ. ആ പോരായ്മകൾ ഒരർത്ഥത്തിൽ റാം കെയർ ഓഫ് ആനന്ദി ഉൾപ്പെടെയുള്ള കൃതികൾക്കുമുണ്ട്. കാരണം നമുക്ക് അതിന്റെ ഒരു സ്ട്രക്ചർ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും. അത് ഇപ്പോഴത്തെ കുട്ടികൾ റീൽസ് കാണുന്നത് പോലെയാണ് നമുക്ക് റാം കെയർ ഓഫ് ആനന്ദി വായിക്കാൻ പറ്റുക. റീൽസിന്റെ ഒരു പ്രത്യേകത, അതിന്റെ ഒരു അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളൊക്കെ റീൽസ് കാണുന്നതല്ല, നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മളെ റീൽസാണ്. കുട്ടികളില്ല, കുട്ടികളെ പേരേ ഉള്ളൂ. ബാലസാഹിത്യം ഏറ്റവും കൂടുതൽ വായിക്കാനാരാ? മുതിർന്നവരാ. ബാലരം വന്നാല് ഏറ്റവും ആദ്യം അച്ഛനാ വിളിച്ചിട്ട് പോവുക, ചക്കൻ കൊടുക്കുന്നതിന് മുമ്പ്. എന്നും പുതിയ തലമുറ നമ്മൾ കുറ്റപ്പെടുത്തി നമുക്ക് നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് അപ്പൊ ഈ റീൽസ് നിരന്തരമായി കാണുന്ന ആളുകൾക്ക് നമുക്കറിയാം എന്താ റീൽസിന്റെ പ്രത്യേകത. അത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു റീൽസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അടുത്തതിലേക്ക് അതിനെ തെന്നി പോകും. 1.5 മിനിറ്റോ 2 മിനിറ്റോ ഉള്ള റീൽസ്. ഇനിയിപ്പോ സിനിമയുടെ ചെറിയ റീൽസ് ഒക്കെ ആണെങ്കിൽ 5 മിനിറ്റ് മാക്സിമം പോയാൽ ഒരു 2-3 തവണ നമ്മൾ ഒരു സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ ഒരു അൽഗോരിതം വർക്ക് ചെയ്യുക, അതിലേക്ക് തന്നെ നിരന്തരമായി അത്തരം റീൽസുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ റീൽസിന്റെ ഒരു രീതി നമ്മളത് വേറൊന്നും ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു സീരിയസ് ആയ ഒരു ആലോചനയുടെ പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ താല്പര്യം അത്
പിന്നെ AI മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഇപ്പോഴത്തെ ഈ അൽഗോരിതം വർക്ക് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ കൃത്രിമത്വമാണ്. അതായത് ബുദ്ധിയുടെ കൃത്രിമത്വം എന്നതാണ് AI എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൃത്രിമ ബുദ്ധി എന്നാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു വാക്ക് പറഞ്ഞാൽ നിർമ്മിത ബുദ്ധി എന്നൊക്കെ. അതായത് അത് യഥാർത്ഥ ബുദ്ധിയല്ല, അതിന്റെ അപ്പുറോടെ ഇപ്പുറമാണോ എന്നുള്ള തർക്ക വിഷയമാണ്. അത് ഒരു പുതിയ ഒരു ബുദ്ധി വൈഭവമാണ്. ആ ബുദ്ധി വൈഭവം നമ്മുടെ താല്പര്യങ്ങളെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമുക്ക് റീൽസിന് എങ്ങനെ ഇട്ടുതരികയുമാണ്. റാംജി വായിക്കുന്നത് നല്ല സുഖം, ഒരു പണിയില്ല, ഇങ്ങനെ വായിച്ചു കൊടുത്താൽ മതി. അതിങ്ങനെ ഒരു റീൽസ് കാണുന്ന പോലെ ഒന്നിൽ ഒന്നിലേക്ക് ഇങ്ങനെ സീനുകളായി ഇങ്ങനെ തെന്നി പോകാം. അപ്പൊ നമ്മുടെ വായന ഒരു അലോസരമില്ലാത്ത, ഒരു അസ്വസ്ഥത ഉണ്ടാക്കാത്ത, പ്രയാസം സൃഷ്ടിക്കാത്ത, വലിയ തരത്തിലുള്ള എന്തെങ്കിലും ബൗദ്ധിക വ്യായാമങ്ങൾ നമ്മളോട് ആവശ്യപ്പെടാത്ത ഒന്നായി അതിനെ തെന്നി കൊണ്ടുപോകുന്നു എന്നുള്ളതിന്റെ സുഖം ആ പുസ്തകത്തിലുണ്ട്. ആ സുഖം തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പരിമിതിയായി നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു വരുന്നത്. അങ്ങനെ പ്രത്യേകമായി നിങ്ങളിൽ നിന്നും ഒന്നും ആവശ്യപ്പെടാത്ത, നമ്മളിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സാധനത്തെ പുതിയതായി ഉത്പാദിപ്പിക്കുന്നതിനോ, ഏറ്റവും വലിയ സാഹിത്യത്തിന്റെ ഏറ്റവും വലിയ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് ഉയർന്ന നിലവാരമുള്ള ഒരു വിലയിരുത്തൽ പ്രകാരം പറഞ്ഞാൽ അത് നിലനിൽക്കുന്ന സാമൂഹികമായ പിന്നെ അധികാരഘടനയെ അത് ചോദ്യം ചെയ്യും എന്നുള്ളതാണ്. അത് ജ്യോതിഷമൊക്കെ വിശദീകരിക്കുന്നതല്ലേ, എന്റെ റോളല്ല അത്. ഒരു ജെൻഡർ പൊളിറ്റിക്സിനെ എങ്ങനെയാണ് ഈ നോവൽ അഡ്രസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു നമ്മൾ വളരെ കേവലമായി കുട്ടികൾ അവരുടെ എളുപ്പ വായന റീൽസുകൾ കാണുന്നുള്ള എളുപ്പങ്ങൾ മാത്രം പറയും, അതിനെ തള്ളിക്കളയുകയും ചെയ്യുമ്പോൾ ഇന്ന് വരെ മറ്റാരും മുന്നോട്ട് വെക്കാത്ത വിധം പുതിയ കുട്ടികൾ ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയത്തെ വളരെ ഭംഗിയായി അത്തരം നോവൽ പറഞ്ഞിട്ടുണ്ട് എന്നതിനെ കൂടി നമ്മൾ കാണാതിരിക്കാൻ കഴിയുന്നു. ജെൻഡർ പൊളിറ്റിക്സ്, അപ്പൊ പ്യൂർ ഇൻക്ലൂസിവിറ്റിയെ നമ്മള് ഒരു മുഖ്യധാര അല്ലെങ്കിൽ ഇവിടുത്തെ വലിയ എഴുത്തുകാർ ഒരുപക്ഷെ കണ്ടതിനേക്കാൾ അഡ്രസ് ചെയ്തതിനേക്കാൾ ഭംഗിയായി ഈ പുതിയ തലമുറയിലെ എഴുത്തുകാർ നോക്കിക്കാണുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റിലേക്ക് അതിനെ കൊണ്ടുവരുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു വളരെ സ്വീകാര്യമായി പുതിയ തലമുറ ആഘോഷിക്കുന്നതാണ്. കാരണം നമ്മൾ ജെൻഡറിനെ കാണുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ലിംഗബോധം എന്ന് പറയുന്നത് ഇപ്പൊ മുതിർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമുള്ള എത്രമാത്രം ബയസ്ഡ് ആണ് എന്നുള്ളത്, എത്രമാത്രം മോശമാണ് എന്നുള്ളത് ഒരു നല്ല വാക്ക് വൃത്തിയിട്ടതാണ് നമുക്കറിയാം. പക്ഷെ പുതിയ കുട്ടികൾ അങ്ങനെയല്ല. പുതിയ കുട്ടികൾ ജെൻഡറിനെ കുറിച്ചൊക്കെ വളരെ പോസിറ്റീവായിരുന്നു. അവരുടെ ഒരു ഇൻക്ലൂസിവിറ്റിയും അവരുടെ കാഴ്ചപ്പാടെന്നൊക്കെ പറയുന്നത് വളരെ ഉയർന്നതാണ്. ആ ഉയർന്ന ഒരു ജെൻഡർ സെൻസിബിലിറ്റിയെ റാം ജവഹർ ഫൈനന്തി എന്ന പുസ്തകം എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കൊണ്ടുവന്നത്? അല്ലെങ്കിൽ നേരത്തെ പറയുന്ന ക്യൂറിനെ ഇപ്പോഴും നമ്മളിപ്പോഴും ചാന്തുകൊണ്ട് സിനിമയായിട്ട് പൊട്ടിച്ചിരിക്കുന്ന ഇപ്പോഴും നിങ്ങൾ ഈ ഇരിക്കുന്ന പലരും നമ്മുടെ മുതിർന്ന തലമുറ ഇപ്പോഴും ചാന്തുകൊണ്ട് സിനിമ 600ാമത്തെ പ്രാവശ്യവും ടിവി കണ്ടിട്ട് ചിരിച്ചിരിക്കും. പക്ഷെ പുതിയൊരു കുട്ടിക്ക് അത് സഹിക്കാൻ പറ്റില്ല. അയാൾ അപ്പൊ അതിനോട് നിശ്ചയിക്കും. ആ ഒരു ജെൻഡർ ഇൻക്ലൂസിവിറ്റിയെ അവർ നോക്കി കണ്ടത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളും കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന ഇത്തരത്തിലുള്ള കാര്യം. അതുപോലെ ഒറ്റ കാര്യം കൂടി പറഞ്ഞു വിഷയിക്കാൻ അവസാനിക്കണം, നിങ്ങൾ അഡ്രസ് ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. നമ്മുടെ മലയാളികളുടെ ഒരു അമ്മാവൻ കോംപ്ലക്സിനെ നന്നായി പിച്ചിച്ചെന്തുന്നുണ്ട് നന്നായി. അതായത് എന്തുകൊണ്ടാണ് റാം ജവഹർ ആനന്ദിയില് മദ്രാസിലേക്കും എന്തുകൊണ്ടാണ് എന്നാന്റെ കഥാപാത്രം ബാംഗ്ലൂരിലേക്കും ഒക്കെ പോകുന്നതായി തീരുന്നത്? ആ നോവലിന്റെ കഥ ഇവിടുന്ന് കൊണ്ടുപോയി കുട്ടികൾ എന്തുകൊണ്ടാണ് ഇവിടുന്ന് ഈ നഗരങ്ങളിലേക്ക് ചേക്കറി അവിടെ കഥ നടക്കുന്നതിന്റെ ഏറ്റവും നല്ലൊരു സുഖകരമായ ഉത്തരം എനിക്ക് തോന്നുന്നു. കേരളത്തിലെ അമ്മാവൻ കോംപ്ലക്സിനിടയിൽ നിൽക്കാനാവാത്ത പുതിയ തലമുറ ഇവിടുന്ന് പോവുകയാണ്. അവർ ഇതിന്റെ ഒക്കെ അപ്പുറത്ത് നിൽക്കുന്ന വളരെ സ്വതന്ത്രമായ, അത് തൽക്കാലം ഒരു മദ്രാസിൽ എത്തിയിട്ടില്ലെങ്കിൽ ഒരു ഉടനെ തന്നെ സ്കോട്ട്ലൻഡിലേക്കും അയർലൻഡിലേക്കും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്കും അവരുടെ നോവലുകളെ പറിച്ചു നടാൻ പോവുകയാണ്. അങ്ങനെയുള്ള നമുക്ക് നിസ്സാരമായി പി.എഫ്. മാത്യൂസിന് വേറെ ചില താല്പര്യങ്ങളോ കൽപ്പന നാരായണന്റെ രാഷ്ട്രീയ താല്പര്യങ്ങളോ ഒന്നും അല്ല ഈ നോവലിന്റെ വിലയിരുത്തൽ മാനദണ്ഡങ്ങൾ എന്നതാണ്. കൽപ്പന നാരായണന്റെ നോവൽ വായിച്ചൊക്കെ അയാൾ നോവൽ ഒരു മനുഷ്യൻ വായിച്ചിട്ടില്ല. എന്നിട്ടാണ് അത് വേറെ അയാൾക്ക് എനിക്ക് നോവൽ അയാൾ കണ്ണുകടിയുന്ന അസൂയ എന്നൊക്കെ പറയും.
ചർച്ച പോകേണ്ടത് ഞാൻ വിചാരിക്കും ഇതിന്റെ നോവലിന്റെ കണ്ടന്റ്, അതിന്റെ ഘടന അതെങ്ങനെ അഭിരാണത്തോട് ഒന്നുകിൽ സമരസപ്പെടുകയോ വഴങ്ങി കൊടുക്കുകയോ ചെയ്യുന്നു, അല്ലെ എങ്ങനെ അത് പ്രതിരോധിക്കുക, എന്താണ് അത് മുന്നോട്ട് വെക്കുന്ന പുതിയ ഒരു പൊളിറ്റിക്കൽ സെൻസിബിലിറ്റി എന്ന തലത്തിലേക്ക് ഈ ചർച്ച തീർച്ചയായും മുന്നോട്ട് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലോകത്ത് ഒരു ഉറുമ്പ് മധുരത്തിന്റെ വെള്ളത്തിൽ വീണ് മരിച്ചു പോകും എന്ന് പറഞ്ഞുകൊണ്ട് ചായക്കപ്പ് കമത്തി വെച്ച ബഷീറിന്റെ ഓർമ്മ ദിനത്തിൽ ലോകത്തിൽ പുതിയ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന കൃതികളെ കുറിച്ചുള്ള സംവാദത്തിന് ഇവിടെ ഒരു അവസരം ഉണ്ടാക്കിയ അതിന്റെ സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ചർച്ച ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കുന്നു. നമസ്കാരം. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിവലാൽ ചേർന്നത് അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായി നമ്മുടെ മുഖ്യ അതിഥി വിജയേട്ടനെ ക്ഷണിക്കുകയാണ്. എനിക്ക് പോകേണ്ടതുണ്ട്. അധ്യക്ഷ സ്ഥാനം ഞാൻ മധുരേട്ടനെ ഏൽപ്പിച്ചു പോകും. ഏതൊരു പുസ്തകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, സ്വന്തം വീട്ടിലൊരു അതിഥിയെ പോലെ കഴിയേണ്ടി വരും. എന്ത് മുഖ്യ അതിഥി, നല്ലൊരു ഗംഭീരമായ പരിപാടി, വളരെ രസകരമായി ഹക്കീം മാഷ് കാര്യങ്ങൾ പറഞ്ഞു. ഈ 3.5 ലക്ഷത്തിലധികം കോപ്പികൾ വിറ്റഴിഞ്ഞ പുസ്തകം പറയുന്നത് സിനിമാറ്റിക് നോവലാണ്. നേരത്തെ മാഷ് പറഞ്ഞ പോലെ തന്നെ ഒരു വീർപ്പിന് വായിച്ചു പോകാവുന്ന ഒരു നോവൽ. അതിലൊരു വലിയ കുഴപ്പമായിട്ട് പറയുന്നത് കൃഷ്ണനാരായണൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന ഇടകേറി പരിശോധിക്കുമായിരുന്നു. അത്തരത്തിലുള്ള വലിയൊരു സാഹിത്യ മേന്മയൊന്നും അവകാശപ്പെടാനില്ല. പക്ഷേ എന്നാൽ ഇത്തരം ജനറൽ പൊളിറ്റിക്സ് പോലെ വളരെ പോസിറ്റീവായിട്ടുള്ള ചില വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു, ന്യൂജന്റെ പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുന്ന ഒരു വളരെ റൊമാൻറ്റിക്കായ ചില തരത്തിലുള്ള ഒരു നോവൽ അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനി. കൂടുതലായിട്ട് പുസ്തകത്തെ കുറിച്ചും അതിന്റെ പരിപ്രേക്ഷത്തെ കുറിച്ചൊക്കെ ഇവിടെ ഗംഭീരമായിട്ടുള്ള ആളുകൾ സംസാരിക്കാറുണ്ട്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇടത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു അഭിമാനത്തിന്റെ നിമിഷമാണ്. നമ്മളുടേതായ പാതകൾ വെട്ടിത്തെളിയിച്ചുകൊണ്ട് സാഹിത്യത്തിലായാലും മറ്റുള്ള ദൃശ്യ കലകളിലായാലും നമ്മളുടേതായിട്ടുള്ള പാതകൾ വെട്ടിത്തെളിയിച്ചുകൊണ്ട് പോവുകയാണ്. അതിൽപ്പെട്ട ഒരു സംഭവമാണ്. വളരെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പൈങ്കിളി എന്ന് തോന്നുമെങ്കിലും അതിൽ ഒരുപാട് കാര്യങ്ങൾ അടക്കം ചെയ്തിട്ട് പഞ്ചാര മിഠായി പോലെ പഞ്ചായയിൽ പോയി ചില കാര്യങ്ങൾ അതിലുണ്ട്. മിഠായി പറയുമ്പോൾ തന്നെ അത്തരം കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിലേക്ക്, പൊതു സമൂഹത്തിലേക്ക്, പൊതു തലമുറയിലേക്ക് അത് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു സന്ദേശം കൂടി ആ നോവലിലുണ്ട് എന്നുള്ളതാണ് അതിനെ വളരെ ജനപ്രിയമാക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതിഥിയൊന്നുമല്ല, ഈ ഒരു വീട്ടുകാരൻ തന്നെയാണ്. ഇനിയും ഗംഭീരമായിട്ടുള്ള ഈ പുസ്തകത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങൾ കേൾക്കാൻ നിങ്ങൾ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, വളരെയധികം പോപ്പുലറായിരിക്കുന്ന ബസ് സെല്ലർ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഈ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകത്തെ മോഡറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും ഈ ചർച്ചയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരിക്കുന്ന ഡോക്ടർ സജിത കീണിപ്പുറത്തിനോട് അഭ്യർത്ഥിക്കുകയാണ്. സാംസ്കാരിക വേദി സംഘടിപ്പിച്ചിട്ടുള്ള നമ്മുടെ ഗ്രാമ പഞ്ചായത്ത് വായനശാല സംഘടിപ്പിച്ചിട്ടുള്ള ഒരു സംവാദമാണ്, പുസ്തക ചർച്ചയാണ് ഇന്നിവിടെ നടത്തുന്നത്. ഇവിടെ റാം കെയർ ഓഫ് ആനന്ദി ധർമ്മജന്റെ ഈ നോവലാണ് ഇവിടെ ചർച്ചയ്ക്ക് എത്തുന്നത്. ഇവിടെ ഹക്കീം മാഷൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. നോവൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ചർച്ചയ്ക്ക് വരുന്നവർ എന്തായാലും വായിക്കുമല്ലോ. പിന്നെ ചിലപ്പം നമ്മൾ കുറേ മുൻവിധികൾ ഈ പുസ്തകത്തെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ടാവും. അത് ഈ പൾപ്പ് നോവലാണ്, പൈങ്കിളിയാണ് എന്നൊക്കെ ഉള്ളതിൻ്റെ ഭാഗമായിട്ട് അത് പൈസയൊന്നും കൊടുത്ത് വാങ്ങിക്കേണ്ടതില്ല എന്നുള്ള ഒരു ധാരണ ഉണ്ടാവും. അതൊന്നും വായിച്ചിട്ട് വലിയ കാര്യമില്ല എന്നുള്ള രീതിയിലും അതിനെ സമീപിക്കുന്ന ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. എന്തായാലും ഈ 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയിട്ടുള്ളതാണ് ഈ നോവൽ
2020 ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഹക്കീം മാഷ് പറഞ്ഞ പോലെ ഒരുപാട് കോപ്പികൾ വിറ്റഴിഞ്ഞിട്ടുള്ളതാണ്. ഇതൊക്കെ അതിൻ്റെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കഥ യഥാർത്ഥത്തിൽ ഈ നോവൽ തുടങ്ങുന്ന അതിലെ കാലം, നോവലിലെ കാലം എന്ന് പറയുന്നത് 2018 ജനുവരി തൊട്ട് 2019 ജനുവരി വരെ നടക്കുന്നതായിട്ടാണ് അതിൽ സൂചിപ്പിക്കുന്നത്. അവസാനത്തെ ഒരു ഡയറി കുറിപ്പ് അത് 2020 ജനുവരിയിൽ ഉള്ള ഒരു അനുഭവമായിട്ട് കാണുന്നത്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്നതും പിന്നെ അവിടെയുള്ള സുഹൃത്തുക്കൾ, അവരുടെ ജീവിതം, ഇതൊക്കെയാണ് ഇതിലെ പ്രധാന ഇതിവൃത്തമായിരിക്കുന്നത്. ചെന്നൈയിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ തൊട്ട് മുനമ്പത്തെ ഒരു ബീച്ച് വരെ ആണ് ഇതിൻ്റെ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഈ നോവല് യഥാർത്ഥത്തിൽ ഈ നോവൽ വായിച്ചപ്പം അതിന് ആമുഖത്തിൽ അഖിൽ പി ധർമ്മജൻ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് അഖിൽ പി ധർമ്മജൻ തന്നെയാണ് ആ നോവലിനെ പറ്റി ഏറ്റവും നന്നായി പറഞ്ഞത് എന്നാണ് എനിക്ക് വായിച്ചപ്പോൾ അനുഭവപ്പെട്ടത്. അതായത് അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇതൊരു എന്നെ ഒരു നോവലിസ്റ്റ് എന്നൊന്നും പറയുന്നതില്ല, ഞാനൊരു കഥ പറച്ചിലുകാരനാണ്, അതുപോലെ തന്നെ ഒരു സിനിമാറ്റിക് നോവലാണ് ഇത്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ അതിൻ്റെ ആമുഖമായിട്ട് അദ്ദേഹം പറഞ്ഞ് ശ്രദ്ധിച്ചത്, ഇതിൻ്റെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മറ്റാരോടും അതിൻ്റെ സസ്പെൻസ് ഒന്നും പറയരുത് എന്നുള്ള ഒരു ഇതാണ്. അങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് ഒരു നോവലിൻ്റെ ആമുഖമായിട്ട് ഇങ്ങനെയൊക്കെ കാണുന്നത്. അപ്പോൾ ഇത് ഒരുപാട് പോസിറ്റീവ്. നമ്മൾ മാഷ് പറഞ്ഞ പോലെ യുവാക്കൾ മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയത് ചെറിയ കുട്ടികൾ തൊട്ട് യുവാക്കളും വൃദ്ധരായ ആളുകളും ഒക്കെ, അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു നോവലാണ്. അപ്പോൾ ആ രീതിയിൽ ഒരുപാട് പേര് ഇപ്പോൾ ചിലപ്പം പ്രായമായവർ ഒളിച്ചരിക്കും വായിച്ചിട്ടുണ്ടാകാൻ തോന്നുന്നു. എന്താ വെച്ചാൽ അവർ ഇങ്ങനെയൊരു എന്താ പറയുക, ഒരു മുഖംമൂടിയൊക്കെയല്ലേ ഇതൊക്കെ മോശം പുതിയതെന്നുള്ള, അതുകൊണ്ട് അങ്ങനെ വായിച്ചിട്ടുണ്ടാവും. എന്തായാലും ധാരാളം പേർ വായിച്ചതായിട്ടാണ് പല ഇതിലുള്ള പ്രായത്തിലുള്ള ആളുകൾ വായിച്ചതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഇത് ജനപ്രിയമാണ്. അതേപോലെ ആളുകൾ പോസിറ്റീവായിട്ട് ഇതിനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, സാറ് പറഞ്ഞ പോലെ തന്നെ ജെൻഡർ പൊളിറ്റിക്സ്, അതേപോലെ ഇത് ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നു. പിന്നെ ഉള്ളത് സുഖമായിട്ട് പെട്ടെന്ന് വായിച്ചു തീർക്കാൻ കഴിയുന്നു, ലളിതമായ ഭാഷയാണ് ഇതിന്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സിനിമ കാണുന്ന ഒരു അനുഭൂതിയാണ് ഉള്ളത്. ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് അതിനെ വളരെ പോസിറ്റീവായിട്ട് ആളുകൾ കാണുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. യഥാർത്ഥത്തിൽ ഇത് ഒരു ജനപ്രിയ കാൽപ്പനിക റിയലിസ്റ്റിക് നോവൽ തന്നെയാണ്. ആ രീതിയിൽ തന്നെയാണ് അതിനെ കാണേണ്ടത്. ഇത്തരം നോവലുകൾ മലയാളത്തിൽ ആദ്യമായിട്ടല്ല, നമ്മുടെ മുട്ടത്ത് വർഷിച്ചിട്ടുണ്ട് ഉള്ള ആ തരത്തിലുള്ള ഒരു ധാര മലയാള നോവൽ സാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് മുന്നോട്ട് വെക്കുന്ന ഒരു പുതിയ കാലത്തെ ഒരു നോവലായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. ഈ ജനപ്രിയ റിയലിസ്റ്റിക് കാൽപ്പനിക നോവലുകളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അത് വൈകാരികതയിലാണ് കൂടുന്നത്. വികാരങ്ങളിലെ ആണ് കൂടുതൽ അതിൽ ആവിഷ്കരിക്കപ്പെടുന്നത്. അതിവൈകാരികത അതിൻ്റെ ഒരു ലക്ഷണമാണ്. വായിക്കുമ്പോൾ നമുക്കൊരു സിനിമ കാണുമ്പോൾ TV-യിൽ നിന്ന് മറ്റെന്തെങ്കിലും കാണുമ്പോൾ അത് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ട് അത് കാണാം. വായന എന്നാൽ അങ്ങനെയല്ല, ഒരു ചായ വേണമെങ്കിൽ കുടിക്കാം, അങ്ങനെ അത് വായിക്കാനാവും. പുതിയ കാലത്ത് പ്രത്യേകിച്ച് പുതുതലമുറ റീൽസിൽ നേരത്തെ അക്കിമാർ സൂചിപ്പിച്ച പോലെ റീൽസിന്റെ ഒരു കാലഘട്ടത്തിൽ പുതിയ തലമുറ ആ അധ്വാനമുള്ള പണിയിൽ നിന്ന് അകന്നുപോകും. ആ നിലയ്ക്ക് അവർക്ക് കിട്ടിയ ഒരു വലിയ കഴിഞ്ഞ കാലത്ത് എനിക്കൊന്ന് സമീപ വർഷത്തിൽ കിട്ടിയ 2 പുസ്തകങ്ങളാണ്. ഒന്ന് റാം കെയർ ഓഫ് ആനന്ദി, ഒന്ന് എത്രയും പ്രിയപ്പെട്ട എന്നോട്. രണ്ടും ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഒന്ന് ബാംഗ്ലൂരിൽ നിന്ന്, ഒന്ന് ചെന്നൈയിൽ നിന്ന്. പിന്നീട് അത് എനിക്ക് തോന്നുന്നു അതിന് കേരളത്തിൽ ഒരുപാട് സ്റ്റേഷനുകളുണ്ടായി. കേരളത്തിന്റെ പുറത്തും വിവിധ ഭാഷകളിലൊക്കെ അത് വിവർത്തനം ചെയ്തു. നാം റാം കെയർ ഓഫ് ആനന്ദിയെ അങ്ങനെ അതിൻ്റെ വായനാ മൂല്യത്തെ കുറിച്ച് പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ടും അതിൻ്റെ കഥാവസ്തു അതൊന്ന് കാലമാണ്. കാലം, പ്രണയം,
പ്രതികാരം, ഭിന്നജീവിതം. ഇതാണ് അതിന്റെ കഥാവസ്തു. അതിൽ കാലമാണ് അഖിൽ പി ധർമ്മജൻ ഏറ്റവും കൂടുതൽ പരിചരിച്ചിട്ടുള്ളത്. കാരണം അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളൊക്കെ തന്നെ സൗഹൃദങ്ങളിലായാലും പെൺകുട്ടികളുടെ സൗഹൃദം, അവർ ഒരു റൂം ഷെയർ ചെയ്യുന്നു, അതുപോലെ യാതൊരുവിധ മടിയുമില്ലാതെ അവർ ബൈക്കിലും അതുപോലെ കാറിലൊക്കെ സഞ്ചരിക്കുന്നു. മാത്രവുമല്ല ഒരു ഇവന്റ് മാനേജ്മെന്റ് ഒരു പെൺകുട്ടി നടത്തുന്നു. ഇതൊക്കെ പുതിയ കാലത്ത് മാത്രം സാധ്യമാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ സൗഹൃദത്തെയും അതുപോലെ ഭിന്ന ലൈംഗികതയുള്ള ആളുകളെയും പരിചരിക്കാനുള്ള ഒരു മനസ്സ് ആ നോവലിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ കാലത്തെ അതൊരു കഥാവസ്തുവായിട്ട് തെരഞ്ഞെടുത്ത് അതിനെ വളർത്താൻ അഖിൽ പി ധർമ്മജന് കഴിഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും കാതലായ കാര്യം. സുൽബി ഇളയിടം കഴിഞ്ഞ മാതൃഭൂമിയിൽ 2 വർഷം മുന്നേയുള്ള മാതൃഭൂമിയിൽ പാപങ്ങളുടെ ഒരു 100ാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ ഒരു ലേഖനമുണ്ട്. അതില് മഹത്തായ കൃതികളെ കുറിച്ച് അദ്ദേഹം ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അത് പറയുന്നുണ്ട്, പഠിതാക്കൾ പറയുന്നതനുസരിച്ച് നോവലിന് 3 തലങ്ങളുണ്ട്. ഒന്ന് അതിന്റെ ഒരു പ്രാഥമിക തലം, അതായത് അതിന് അത് പ്രണയമായിരിക്കാം, അല്ലെങ്കിൽ പ്രതികാരമായിരിക്കാം, അല്ലെങ്കിൽ ക്രൈം ആയിരിക്കാം. സെക്കൻഡറി തലമുണ്ട്. സെക്കൻഡറി തലം എന്ന് പറയുമ്പോൾ ആ കഥാപാത്രം എങ്ങനെയാണ് ചരിത്രത്തിൽ ഇടപെടുന്നത്, എങ്ങനെയാണ് സാമൂഹ്യ പരിസരങ്ങളിൽ ഇടപെടുന്നത്, ഇത് വെച്ചായിരിക്കും അതൊരു സാമൂഹ്യ നോവലോ അല്ലെങ്കിൽ ചരിത്ര നോവലോ എന്ന് വിലയിരുത്തപ്പെടുക. ഇങ്ങനെ രണ്ടാമത്തതിൽ മറ്റൊന്നു കൂടിയുണ്ട്. അത് പൊതുവെ പറയാം, അത് അതിന്റെ ഭാഷാ സൗന്ദര്യമാണ്, അതിന്റെ ആഖ്യാന പാഠമാണ്. 3ാമത്തെ തലമുണ്ട്. ആ 3ാമത്തെ തലത്തിൽ നോവൽ എന്ന് പറയുന്നത് നമ്മോട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല അത് പരിമിതവും അപരിമിതവുമായ കാര്യങ്ങളെ കുറിച്ച് അതിങ്ങനെ നോവൽ വായന കഴിഞ്ഞാലും അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ 3ാമത്തിൽ മറ്റൊന്നു കൂടി വരുന്നുണ്ട്. നിലവിലുള്ള രാഷ്ട്രീയത്തെ അത് ചോദ്യം ചെയ്യും. മാത്രമല്ല മനുഷ്യ മനസ്സിനെ, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം, മാത്രമല്ല മനുഷ്യൻ മറ്റു മനുഷ്യരെയും ഭിന്ന ലൈംഗികതയുള്ള ആളുകളെയൊക്കെ കാണുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളതും കൂടി 3ാമത്തെ തലത്തിലുണ്ട്. ലോകം എന്ന് പറയുന്നത് വളരെ സ്മൂത്തായ, വളരെ സുഖകരമായ ഒരു ലോകമല്ല. അവിടെയും ഒരു സമരത്തിന്റെ സ്ഥലമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ലോകത്തെ സവിശേഷമായ ഒരു ജനത തന്നെയാണ് മലയാളി. ഈ ചരിത്ര ബോധം എവിടെ വെച്ചാണ് മലയാളിക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയത് എന്ന് നാം ആലോചിച്ച് നോക്കേണ്ടതാണ്. അതുകൊണ്ട് പുതിയ കാലം, ഞാൻ ഇത് അഖിൽ പി ധർമ്മജനെയോ റാം കെയർ ഓഫ് ആനന്ദിയോ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമല്ല. വായനയെ കുറിച്ച്, സാഹിത്യത്തെ കുറിച്ചൊക്കെയുള്ള പുതിയ വലിയ സിദ്ധാന്തങ്ങൾ, ഒരുപക്ഷെ ഈ ജനപ്രിയതയെ എങ്ങനെയാണ് എൻഗേജ് ചെയ്ത്, ജനകീയതയും ജനപ്രിയതയും തമ്മിലുള്ള അതിർവരമ്പുകൾ ഇങ്ങനെ വല്ലാതെ പാഞ്ഞു പോകുന്ന ഒരു സാംസ്കാരിക ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ആലോചിക്കാൻ വേണ്ടിയാണ് ഞാനിതിന് ഒരു പശ്ചാത്തലം എന്ന നിലയിൽ ഈ കാര്യം പറയാൻ ശ്രമിക്കുന്നത്. ജനകീയതയും ജനപ്രിയതയും തമ്മിലുള്ള ഒരു അതിർവരമ്പ് വല്ലാതെ മാഞ്ഞു കളയുന്നത് മാത്രമല്ല, വളരെ നിർബന്ധപൂർവ്വം അത് മായ്ച്ചു കളയുന്ന ഒരു പ്രവൃത്തി കൂടി ഇതിനിടയിൽ നടക്കുന്നുണ്ട്. ഇത് ആമുഖമായി പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ റാം കെയർ ഓഫ് ആനന്ദിയിലേക്ക് വരാം എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും റാം കെയർ ഓഫ് ആനന്ദിയുടെ വളരെ പോസിറ്റീവായ 2 കാര്യങ്ങളെ കുറിച്ച് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു. ഞാൻ ആ നോവലിനെ കാണും. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ അടിസ്ഥാന സൗഹൃദങ്ങളൊക്കെയും രൂപപ്പെട്ടത് എൻ്റെ ഒരു കൗമാര കാലഘട്ടം തൊട്ട് യൗവനാരംഭം വരെയുള്ള ഒരു കാലത്താണ്. ഈ ലോകത്ത് എന്തെങ്കിലും ചെയ്തു കളയാം, എന്തെങ്കിലും ചില മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്ന, കൺമുന്നിൽ കാണുന്ന ഒരു കാര്യത്തോട് വളരെ പെട്ടെന്ന് പ്രതികരിച്ചു പോകുന്ന, ചോരത്തിളപ്പിട്ടത് എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുത്ത സൗഹൃദങ്ങളോളം ആഴമുള്ള ബന്ധങ്ങൾ എല്ലാ മനുഷ്യർക്കും അത് തന്നെയായിരിക്കും അവരുടെ ജീവിതത്തിൽ ഏറ്റവും കരുത്തും കരളുറപ്പുമുള്ള ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഈ സൗഹൃദങ്ങളുടെ ഒരു ലോകം, ആ ഒരു സന്ദർഭത്തിലാണ് ഒരുപക്ഷെ ഈ കഥ സംഭവിക്കുന്നത്. റാം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിലെ അങ്ങനെ ഒരു പ്രായഘട്ടത്തിൽ കൂടിയാണ് ഈ നോവലിന്റെ വലിയ ഇൻസിഡന്റുകൾ മുഴുവൻ സംഭവിക്കുന്നത് എന്ന് കാണാം. ആ ഒരു കാലഘട്ടത്തിന്റെ സംഭവമായതുകൊണ്ടും ഒരുപക്ഷെ നോവലിസ്റ്റിന്റെ വളരെ വ്യക്തിപരമായി തന്നെ അദ്ദേഹത്തിന്റെ ഒരു ജീവിത പരിസരത്തെ കൂടി, അതായത് അദ്ദേഹത്തിന്റെ ഒരു പ്രായഘട്ടത്തെ കൂടി വെച്ച് നോക്കിയാൽ അത് ഏറ്റവും തീവ്രമായി, ആത്മാർത്ഥമായി, മനോഹരമായി ആവിഷ്കരിക്കാൻ ആ നോവലിന് സാധിച്ചിട്ടുണ്ട്. ഈ നോവലിന്റെ മറ്റെല്ലാ വെളിച്ചങ്ങളും ഒരുപക്ഷെ ഈ യൗവനത്തിന്റെ ഊർജവും അതിന്റെ സാഹസികോന്മുഖതയും സമ്മാനിച്ചതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപക്ഷെ കേരളം വിട്ടു പോകാനും സിനിമ പഠിക്കാനും, അല്ലെ, എല്ലാവരും മറ്റ് കരിയർ മേഖലകളിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെയല്ലാതെ സിനിമ പഠിക്കാൻ വേണ്ടി ഒരാളിങ്ങനെ പോവുകയും അയാൾ അവിടെ വെച്ചുണ്ടാക്കുന്ന
സൗഹൃദങ്ങളെയും ഒക്കെ ഉണ്ടാക്കി എടുക്കുന്ന ഈ യൗവനത്തിന്റെ ഒരു തീക്ഷ്ണമായ അല്ലെങ്കിൽ ഒരു ലേറ്റർ കൗമാരം മുതൽ യൗവനം വരെയുള്ള ഒരു കാലഘട്ടത്തിന്റെ ഒരു തീക്ഷ്ണത അതിനെ ഈ ബന്ധങ്ങൾ ഏറ്റവും കെട്ടുറപ്പുള്ളതാക്കാനും തങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി തന്റെ സമകാലികർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവും വിധത്തിലുള്ള സാഹസികനാവാൻ തയ്യാറാവും വിധത്തിലുള്ള മനോഭാവം ഒരു കാലഘട്ടത്തെ ഈ നോവലിന് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും പ്രായമുള്ള മനുഷ്യർ ഈ നോവൽ വായിക്കുന്നുണ്ട്. കാരണം എല്ലാ പ്രായമുള്ളവരുടെ മനസ്സിലും ഏറ്റവും തീക്ഷ്ണമായി തങ്ങളുടെ യൗവനം ഉണ്ട് എന്ന് നമുക്കറിയാം. യൗവനത്തിലെ സുഹൃത്തുക്കൾ, യൗവനത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെ കുറിച്ച് ഓർക്കാത്ത, ഗൃഹാതുരത്വത്തോടുകൂടി അത് സൂക്ഷിക്കാത്ത മനുഷ്യരായാലും തലതരച്ച ആളുകളുടെ കൂട്ടത്തിലില്ല. അവര് അത് വായിക്കുമ്പോൾ ഈ കാലത്തെ ചെന്ന് തൊടാൻ അവർക്ക് ഈ നോവലിൽ സാധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ലൈംഗിക ലോകങ്ങളെ അതൊരു പുതിയ കാര്യമൊന്നുമല്ല. ശബ്ദങ്ങൾ എന്ന് പറയുന്ന നോവൽ മലയാളിയുടെ ലൈംഗികാസ്തിത്വത്തെ സംബന്ധിച്ച സംവാദങ്ങൾ ഉയർത്തിവിട്ടൊരു കാലം നമുക്കറിയാം. നിരൂപക ലോകം മുഴുവൻ അന്ന് ശബ്ദങ്ങളെ ചീത്ത വിളിച്ചത്. ഇന്ന് ബഷീറിന്റെ ഓർമ്മ ദിനം കൂടിയാണ്. എങ്ങനെയാണ് മനുഷ്യന്റെ ലിംഗ അസ്തിത്വം, ലൈംഗിക അസ്തിത്വം ഒക്കെ വളരെ സങ്കീർണമായ ഒന്നാണ് എന്ന് മലയാളികളോട് പക്ഷെ ആദ്യം എന്റെ ഒരറിയിൽ സംബന്ധിച്ച ഒരു നോവൽ ശബ്ദങ്ങളാണ്. അതുപോലെ പക്ഷെ അതിന്റെയൊക്കെ ഒരു തുടർച്ചയിൽ പിന്നീട് നമുക്ക് വലിയ തുടർച്ചകൾ ഉണ്ടായില്ല എന്നത് ശരിയാണ്. തീർച്ചയായും മലയാളിയുടെ ഹെറ്ററോ സെക്ഷുവാലിറ്റിയിൽ ഉറച്ചുപോയ ഒരു സൗന്ദര്യബോധം, പ്രണയസങ്കല്പം തുടങ്ങിയ കാര്യങ്ങളെ വലിയ തലത്തിൽ അഡ്രസ് ചെയ്യാൻ റാം കെയർ ഓഫ് ആനന്ദിക്ക് സാധിക്കുന്നുണ്ട്. മല്ലിയുടെ ജീവിതം, അതിന്റെ വിജയം എന്ന് നമുക്ക് തോന്നാവുന്ന ഇടങ്ങളിൽ നിന്നൊക്കെയും പരാജയപ്പെട്ടു പോകുന്നതിന്റെ ഒരു അനുഭവത്തെ വളരെ വേദനാജനകമായി തന്നെ ആ നോവൽ ആവിഷ്കരിക്കുന്നുണ്ട്. മരണം വരെയുള്ള, അതുപോലെ സഹോദരന്റെ അടുത്ത് കുടുംബത്തിൽ നിന്നൊക്കെ അവർ അനുഭവിക്കേണ്ടി വരുന്ന അടിയകറ്റലുകളൊക്കെയും ആ നോവൽ വളരെ മനോഹരമായും ഏറ്റവും ഹൃദയസ്പർശിയായും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് ആ നോവലിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അംശമാണ്. മറ്റൊന്ന് ഈ ശ്രീലങ്കൻ അഭയാർത്ഥിത്വ പ്രശ്നം. മലയാളത്തിൽ ആ പ്രശ്നത്തെ മാത്രം മുൻനിർത്തി വളരെ ഗംഭീരമായ ഒരു നോവലുണ്ട്. ടി.ഡി. രാമകൃഷ്ണന്റെ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്ന നോവൽ. വളരെ സങ്കീർണമായി ഈ ആണ്ടാൾ ദേവനായകി എന്ന പുരാവൃത്ത സങ്കല്പവുമായി, ദ്രാവിഡ മനസ്സുകളിലെ അമ്മദേവതാ സങ്കല്പനവുമായി കണ്ണി ചേർത്തുകൊണ്ട് ഈ ശ്രീലങ്കൻ അഭയാർത്ഥി പ്രശ്നത്തെ ആ നോവൽ വളരെ നേരത്തെ തന്നെ അഡ്രസ് ചെയ്യുകയും വലിയ വായനാ ശ്രദ്ധ അത് പിടിച്ചു പറ്റുകയും ഒക്കെ ചെയ്ത ഒരു സംഗതിയാണ്. പക്ഷെ വളരെ നന്നായി ഈ നോവലും ആ പ്രശ്നം അഡ്രസ് ചെയ്യുകയും ആനന്ദി എന്ന് പറയുന്ന ഈ കഥാപാത്രത്തിന് പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്ന ഒരു സന്നിഗ്ധതയിലാണ് ഈ നോവൽ വന്നു നിൽക്കുന്നത്. ഈ നോവലിന്റെ രൂപഘടന നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ പ്ലെയിൻ ലെയറായ ഒരൊറ്റ പ്രതലത്തിൽ മാത്രം വായിച്ചു പോകാവുന്ന ഒന്നാണ് എന്നിരിക്കൽ പോലും ഈ പറയുന്നത് പോലെയുള്ള ജീവിത സങ്കീർണതകളെ ഈ നോവൽ അഡ്രസ് ചെയ്യുന്നത്. അതുകൊണ്ടത് വളരെ പ്ലെയിൻ അല്ല. പൈങ്കിളി എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒന്നും അത്ര പൈങ്കിളിയല്ല. അത് പുതിയ കാലത്തിന്റെ ഒരു കാര്യം മാത്രമല്ല. മുട്ടത്ത് വർക്കിയുടെ നോവലുകൾ ഇന്ന് നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്. ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. നമ്മുടെ വായനാക്ഷമത മാറുന്നതനുസരിച്ച് ജനപ്രിയ സാഹിത്യത്തിനകത്ത് നിന്ന്, ജനപ്രിയ സിനിമയ്ക്കകത്ത് നിന്നൊക്കെ പുതിയ അർത്ഥത്തിന്റെയും ആശയലോകങ്ങളുടെയും അടലുകളൊക്കെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. പോപ്പുലർ ലിറ്ററേച്ചറിനെ ആ തരത്തിൽ എൻഗേജ് ചെയ്യുന്ന വായനാശീലമൊക്കെ നമ്മൾ സ്വാംശീകരിച്ചെടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഓരോ വർഷത്തെയും സാഹിത്യ മത്സരങ്ങളിലൊക്കെ കടന്നു വരുന്ന പുതിയ തലമുറയുടെ കഥകൾ നമ്മെ അമ്പരപ്പിക്കുന്നതാണ്. ഏതാണ്ട് ഈ പ്രായത്തിൽ തന്നെയുള്ള ആളുകൾ വളരെ സങ്കീർണമായ രീതിശാസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നാം ആലോചിക്കാത്ത വിധത്തിലുള്ള സങ്കീർണതകളുള്ള കഥകളും നോവലുകളും കവിതകളും ഒക്കെ എഴുതുന്നുണ്ട്. അതുകൊണ്ട് അനേക സാഹിത്യ പ്രവണതകളിൽ അല്ലെങ്കിൽ അനേക തരത്തിൽ ഉള്ള എഴുത്തു പരീക്ഷണങ്ങളിൽ ഒന്ന് എന്നുള്ള നിലയിൽ അക്നോളജ് ചെയ്യുകയല്ലാതെ ഈ നോവലിന്റെ വിറ്റുവരവിന്റെ കണക്ക് വെച്ച് ഒരു കാലത്തിന്റെ മുഴുവൻ സാഹിത്യത്തിന്റെ ഒരു സവിശേഷമായ ഒരു ലാൻഡ്മാർക്കായി റാം കെയർ ഓഫ് ആനന്ദിയെ ഒരുപക്ഷെ പുസ്തക വിൽപ്പനക്കാർക്കോ മാർക്കറ്റിനോ അടയാളപ്പെടുത്താം. പക്ഷെ ഗൗരവമായി വായനയെ കാണുന്ന മനുഷ്യർ അങ്ങനെ അടയാളപ്പെടുത്തുന്നതിനകത്താണ് പരിമിതികളുള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തൽക്കാലം നിർത്താമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ജ്യോതിഷ് സാറും അതേപോലെ ഷിജു പറഞ്ഞതില് ഇതൊരു പൈങ്കിളി എന്നുള്ള രീതിയിൽ അതിനെ കാണേണ്ടതില്ല എന്നുള്ള ഒരു ആശയം തന്നെയാണ്. അതായത് പുതിയ കാലത്ത് പ്രധാനമായിട്ട് ജെൻഡർ പൊളിറ്റിക്സ്, അതൊരു വംശീയ പ്രശ്നങ്ങൾ ഒക്കെ ഇതിൽ അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് എടുത്തു പറയുന്നത്. പക്ഷെ അതൊക്കെ എല്ലാ കാലത്തും ഒരു ജനപ്രിയ
മുട്ടത്ത് വർക്കി എന്ന് പറയുമ്പോൾ മോശമായിട്ടല്ല നമ്മളിന്ന് കാണുന്നത്. അതൊരു ധാരയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ആ ഒരു നോവലുകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഈ ജാതിക്കും മതത്തിനും ഒക്കെ എതിരായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ പ്രണയത്തിലൂടെ ഒന്നാവുന്ന മനുഷ്യരെ ധാരാളമായിട്ട് നമ്മൾ കാണുന്നത് ഈ നോവലുകളിലാണ്. മുട്ടത്ത് വർക്കിയൊക്കെ അത്തരം കാര്യങ്ങളെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഷിജു സംസാരിക്കും. പലതരത്തിൽ പല കാലങ്ങളിൽ പ്രിയപ്പെട്ട മനുഷ്യരുടെ ഒരു സംഗമം എന്നുള്ളതിൽ കൂടി എനിക്ക് ഇന്നത്തെ ഈ സായാഹ്നം വളരെ പ്രധാനപ്പെട്ടതാണ്. സന്ദേശമായാലും അക്കിമാഷായാലും ജ്യോതിഷായാലും എല്ലാം തന്നെ, അതുപോലെ സതീഷ്മാരായാലും അങ്ങനെ ഒത്തിരി ആളുകൾ നമ്മളൊരു നോവലിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അഭിപ്രായങ്ങൾ, കൃത്യതയുള്ള അഭിപ്രായങ്ങൾ മനുഷ്യർ പ്രകടിപ്പിക്കുന്നത് ഒരു ഗുരുതരമായ കുഴപ്പമായി കാണുന്ന വിധത്തിൽ നമ്മുടെ സാംസ്കാരിക പരിസരം മാറിപ്പോയിട്ടുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. റാം കെയർ ഓഫ് ആനന്ദി ഒരു മോശം നോവലാണ് എന്ന് പറയുന്നത് ഒരു കുറ്റകൃത്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. എനിക്ക് അഭിപ്രായമുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു അഭിപ്രായമുള്ള ഒരാൾക്ക് അത് തൻ്റെ മുമ്പിലുള്ള ഒരു മാധ്യമത്തോടോ അല്ലെങ്കിൽ തൻ്റെ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴിയോ പറയുന്നത് ഒരു കുറ്റകൃത്യമാണെങ്കിൽ എം കൃഷ്ണൻ നായരെയൊക്കെ നമ്മൾ എത്ര പ്രാവശ്യം തല്ലി ഓടിക്കേണ്ടി വരുമായിരുന്നു എന്ന് ആലോചിക്കേണ്ടതാണ്. സാഹിത്യവാരഫലം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പരമ്പര അതിപ്പോൾ പൂർണ്ണമായി പുസ്തക രൂപത്തിൽ അത് പ്രസിദ്ധീകരിക്കപ്പെടുകയും നമ്മളിൽ പലരും അത് വാങ്ങുകയും ചെയ്യുന്നുണ്ട്. കാരണം അഭിപ്രായങ്ങൾ അത് വളരെ പ്രധാനമാണ്. സാഹിത്യം എല്ലാ ആളുകളും ഒരു ഉത്തരത്തിലേക്ക് എത്തുന്ന ഒരു ജ്ഞാനാന്വേഷണമല്ല. പ്രതിജന ഭിന്നമായ നിലപാടുകളും അഭിപ്രായങ്ങളും തർക്കങ്ങളും സാഹിത്യത്തിന്റെയും സാഹിത്യ ആസ്വാദനത്തിന്റെയും മണ്ഡലങ്ങളിൽ ഉണ്ടാവേണ്ടതാണ്. എത്രത്തോളം വൈവിധ്യപൂർണമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നുവോ അത്രത്തോളം സാഹിത്യത്തിന്റെയും വായനയുടെയും മേഖല പുഷ്കലമായി തീരുമെന്നാണ് നാം മനസ്സിലാക്കുന്ന വിമർശന പാഠങ്ങളിലൊന്ന്. അതെവിടെയോ നമുക്ക് കൈമോശം വന്നു പോയിട്ടുണ്ട് എന്ന് തോന്നുന്നു. റാം കെയർ ഓഫ് ആനന്ദിയെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ എല്ലാവരും ചർച്ച ചെയ്തതുപോലെ അതൊരു പൈങ്കിളി സാഹിത്യത്തിന്റെ തുടർച്ചയാണ്, പൾപ്പ് ഫിക്ഷന്റെ ഭാഗമാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. ആ ചർച്ചകൾ നടക്കേണ്ടതാണ് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അപ്പോഴും ഞാൻ പറയുന്നു അത് എന്റെ അഭിപ്രായമല്ല. അതേസമയത്ത് പിന്നീട് അത് അഖിൽ പി ധർമ്മജൻ എന്ന എഴുത്തുകാരനെതിരായ ഒരു ക്യാമ്പയിനായി, അയാൾക്കെതിരായ വെർബലായ വാക്കുകൾ കൊണ്ടുള്ള ആക്രമണമായി, പുതിയ കാലഘട്ടത്തിലെ ഭാഷയിൽ പറഞ്ഞാൽ സൈബർ ആക്രമണമായി അത് മാറുന്നു. ഈ നോവലിന്റെ PDF കോപ്പി ചെയ്തിട്ട് അത് വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുന്നു തുടങ്ങിയ ഒരു ക്രിമിനൽ കുറ്റകൃത്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് ഒരു സാംസ്കാരിക പ്രവർത്തനം മാറിപ്പോകുന്നത് നാം കാണുന്നു. അദ്ദേഹം തന്നെ സങ്കടത്തോടു കൂടി വന്ന് ഫേസ്ബുക്ക് ലൈവിലും ഇൻസ്റ്റാഗ്രാം ലൈവിലും പറയുന്നു, ദയവ് ചെയ്ത് നിങ്ങൾ ആ PDF പ്രചരിപ്പിക്കരുത്, ഞങ്ങൾ അതിനെതിരെ നിയമ നടപടിയുമായിട്ട് പോവുകയാണെന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വരും. ഇത് രണ്ടാണ്. ആദ്യത്തത് അഭിപ്രായ പ്രകടനമാണ്, മറ്റത് സംഘടിതമായ കടന്നാക്രമണമാണ്. ആദ്യത്തത് ഒരാളുടെ ജനാധിപത്യ അവകാശമാണെങ്കിൽ മറ്റത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായ ഒരു അക്രമ സ്വഭാവിയായിട്ടുള്ള പ്രവർത്തനമാണ്. അതിനോട് യോജിച്ച് നിൽക്കാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം അഭിപ്രായങ്ങൾ അഖിൽ പി ധർമ്മജന്റെ അടക്കമുള്ള പുതിയ കാലത്ത് എഴുതപ്പെടുന്ന നോവലുകൾ പൾപ്പ് സാഹിത്യമാണെന്ന് പറയാനുള്ള ആളുകൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് അവരുടെ ആർഗ്യുമെന്റാണ്, അതവിടെ നിൽക്കട്ടെ. ഞാൻ അതിനെല്ലാം എൻഗേജ് ചെയ്യണം എന്ന് വിചാരിക്കുന്നത്. ഈ നോവലിന്റെ പോസിറ്റീവായ കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ വളരെ വിശദമായി ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. ഞാൻ വളരെ കൗതുകത്തോടുകൂടി ഈ നോവൽ ഇറങ്ങുന്ന ഒരു സാംസ്കാരിക പരിസരത്തെ കൂടി നിരീക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ ഇവിടെ പലരും പറഞ്ഞതുപോലെ സാഹിത്യത്തിന് സവിശേഷമായ ചില ധർമ്മങ്ങളുണ്ട് എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. ചരിത്രത്തിലെ അനുഭവങ്ങളെ, ചരിത്രത്തിലെ സംഭവങ്ങളെ അതിൽ ഇടപെട്ടിട്ടില്ലാത്ത മനുഷ്യർക്ക് കൂടി ആത്മാനുഭവമാക്കി പരിവർത്തിപ്പിക്കാനുള്ള ശേഷി ഭാഷക്കും സാഹിത്യത്തിനുമുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തെ കുറിച്ച് ചരിത്ര ക്ലാസ്സിൽ പഠിച്ച ഒരു എസ്സേ പോലെ മറന്നു കളയാനാവില്ല നമുക്ക് നമ്മുടെ ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ.
നൈറ്റ് ആൻഡ് ഫോഗ് എന്ന് പറയുന്ന ഡോക്യുമെന്ററി ചിത്രം കണ്ട ഒരാൾക്ക് പരീക്ഷയ്ക്ക് പഠിച്ച് ഉത്തരം എഴുതാനുള്ള നാൾവഴി കണക്കുകളല്ല രണ്ടാം ലോക മഹായുദ്ധം. അത് നിങ്ങളുടെ നീതിബോധത്തെ, നിങ്ങളുടെ ചിന്താലോകത്തെ, നിങ്ങളുടെ രാഷ്ട്രീയ ബോധ്യങ്ങളെ മുഴുവൻ സവിശേഷമായ ഒരു അർത്ഥത്തിൽ പുനഃക്രമീകരിക്കുന്നു. പാവങ്ങൾ എന്ന് പറയുന്ന നോവലിലൂടെ കടന്നുപോയ ഒരു മനുഷ്യന്റെ മുൻപിൽ എത്തിച്ചേരുന്ന ഒരു കള്ളൻ അത് വായിക്കുന്നതിന് മുൻപ് ഉള്ള ഒരാളുടെ മുൻപിൽ എത്തിച്ചേരുന്ന കള്ളനായിക്കൂടാ, ആവാൻ പാടില്ല എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ചരിത്രത്തിന്റെ സവിശേഷമായ അനുഭവങ്ങൾ. കേരളീയ നവോത്ഥാനം എന്ന് പറയുന്ന ഒരാശയം, അതിന്റെ നാൾവഴികൾ, അതിലെ നായകന്മാരുടെ കണക്ക്, നടന്ന ഇൻസിഡന്റുകളുടെ ഡേറ്റുകൾ, തീയതികൾ തുടങ്ങിയ ഒരു PSC പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിക്കുന്നു. പക്ഷെ നമ്മൾ ഒരുപക്ഷെ പൊയ്യയിൽ അപ്പച്ചന്റെ ഒരു കവിതയിലൂടെ കടന്നു പോകുമ്പോൾ, കുമാരനാശാന്റെ ഒരു കവിതയിലൂടെ കടന്നു പോകുമ്പോൾ, ഇന്ദുലേഖയിലൂടെ കടന്നു പോകുമ്പോൾ, സരസ്വതി വിജയത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ചരിത്ര സന്ദർഭത്തിന്റെ സന്ത്രാസങ്ങളെ മുഴുവൻ നമ്മുടെ കൂടി ആത്മാനുഭവങ്ങളാക്കി പരിവർത്തിപ്പിക്കാനുള്ള ഒരു മാന്ത്രിക ശേഷി വാസ്തവത്തിൽ ഭാഷ കൊണ്ട്, സർഗാത്മകതയുടെയും ഭാഷയുടെയും ആ ശേഷിയാണ് സാഹിത്യത്തെ ഭാഷയുടെ മറ്റ് നെറേറ്റീവുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. നമുക്കറിയാം. കുറച്ച് പഴഞ്ഞ തന്ത വൈബ് ആശയങ്ങളാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്, പുതിയ കാലത്തിന്റെ ഭാഷയിൽ പറഞ്ഞ ക്ഷമിക്കുക. പക്ഷെ ഈ തന്ത വൈബ് ആശയങ്ങൾ കൊണ്ട് നിർമ്മിച്ചെടുത്ത ഒരു കേരളത്തിൽ ഇരുന്നു കൂടിയാണ് നാം സംസാരിക്കുന്നത്, അല്ലേ? ഈ തന്ത വൈബ് ആശയങ്ങൾ നിർമ്മിച്ചെടുത്തതാണ് ഈ കേരളത്തെ. സാഹിത്യത്തിലൂടെ, നാടകത്തിലൂടെ, പാട്ടിലൂടെ, കവിതയിലൂടെ മനുഷ്യന്റെ നീതിബോധങ്ങളെ മുഴുവൻ മാറ്റിപ്പണിയുകയും ആ മാറ്റിപ്പണിത നീതിബോധത്തിന്റെ ഭാഗമായി സവിശേഷമായ ഒരു ജീവിത സംസ്കൃതിയെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തൊരു ജനതയുടെ പേരാണ് മലയാളി. മറന്നുകൂടാത്താണ് നമ്മൾ എങ്ങനെയാണ് കമ്പോളത്തെ എൻഗേജ് ചെയ്തത്, നമ്മൾ എങ്ങനെയാണ് ഭരണകൂടങ്ങളെ എൻഗേജ് ചെയ്തത്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിനകത്തുണ്ടായിരുന്ന നമ്മുടെ ആന്തരിക ജീർണതകളെ മുഴുവൻ വലിച്ചു പുറത്തിടുകയും നാം നമ്മെ തന്നെ നവീകരിക്കാൻ ശ്രമിക്കുകയും ഒരു പരിധി വരെ വിജയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു പരിധിക്ക് ചരിത്രത്തിൽ വലിയ മൂല്യമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ പരിമിതികളോടും കൂടി, എല്ലാ കാരണവത്തങ്ങളോടും കൂടി, എല്ലാ തന്തവൈബുകളോടും കൂടി പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ചരിത്രത്തിൽ പേരുള്ള ഒരു ജനതയായി മലയാളിക്ക് മാറാൻ സാധിച്ചത് എന്നത് നാം മറന്നുകൂടാത്തതാണ്. കമ്പോളവും മനുഷ്യന്റെ സൗന്ദര്യബോധവും സാഹിത്യാസ്വാദനവും പൊതുപ്രവർത്തനവുമെല്ലാം വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം കുഴഞ്ഞു മറഞ്ഞിരിക്കുന്ന ഈ പുതിയ മില്ലേനിയത്തിന്റെ ഒരു സാംസ്കാരിക ജീവിതം വളരെ സങ്കീർണമായ പ്രശ്നങ്ങളാണ് പുതിയ മലയാളിക്ക് മുമ്പിൽ വെക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നും കൂടുതലായി പറയുന്നില്ല, ഒറ്റ കാര്യമുള്ളൂ. ഭാഷാപരമായിട്ടുള്ള ചില പോരായ്മകൾ മസൂറൻ സാറോട് ചൂണ്ടിക്കാട്ടി. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വൈലോപ്പിള്ളിയുടെ ഒരു കവിത അത് പ്രസിദ്ധീകരണത്തിന് അയക്കുമ്പോൾ എഡിറ്റർമാർ അത് ആ സമയത്ത് അവർ ഒരിക്കലും കൊടുക്കില്ല. വൈലോപ്പിള്ളി വീണ്ടും പറയും അതിലൊരു തിരുത്തുണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തെ ഇന്നും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന വൈലോപ്പിള്ളിക്കടക്കം വലിയ തെറ്റ് സംഭവിക്കാറുണ്ട്. ഇത് കേവലം ഒരു പുസ്തകത്തിന്റെ പോരായ്മയെ കാണുന്നത്. പല പുസ്തകങ്ങളിലും നിങ്ങൾ ഈ ഇത്തരം തെറ്റുകൾ, ഭാഷാപരമായ പ്രയോഗങ്ങളുടെ തെറ്റ് കണ്ടെത്തും. അത് ഒരു നോവലിന്റെ ഉള്ളടക്കത്തെയോ അല്ലെങ്കിൽ അതിന്റെ പ്രമേയത്തെയോ തീരെ അതിനെ ഒരു മാർക്കിടാൻ പറ്റാവുന്ന ഒരു ടൂളല്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ലളിതമായ ഭാഷ വ്യക്തി പറഞ്ഞൊരു കാര്യമുണ്ട്. അമ്മയുടെ അടുത്തേക്ക് കരഞ്ഞുകൊണ്ട് മകൻ വന്നു എന്ന് പറയുന്നതിന് പകരം അമ്മയുടെ അടുത്തേക്ക് നേത്രാകുല അമ്മയുടെ സമുദ്രത്തിലേക്ക് നേത്രാകുല ബാഷ്പനായി അവരെത്തി എന്ന് പറയണം. അതാണ്. അതായത് ലളിതമായ പ്രയോഗങ്ങളിലാണ്. റാംജറഭാരത് വളരെ ലളിതമാണ് എന്ന് പറഞ്ഞാൽ അത്ര ലളിതമാക്കണം എനിക്ക് അഭിപ്രായമില്ല. ലളിതമായ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ അത്ര എടുക്കുമ്പോൾ ആദ്യത്തെ 3 അധ്യായം നിങ്ങൾക്ക് വായിക്കാൻ വളരെ പ്രയാസമായിരിക്കും. അതിന്റെ കാര്യം നാം പരിചിതമല്ലാത്ത ചില സ്ഥലങ്ങളാണ്, കഥാപാത്രങ്ങളൊക്കെയാണ്. പക്ഷെ ആ നോവൽ മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഈ ലളിതമായ ഒരു പ്രയോഗമോ അല്ലെങ്കിൽ ഭാഷയോ ഉപയോഗിക്കുന്നതുകൊണ്ട് അത് മോശം സാഹിത്യമല്ല. അത്രയും പറയാനാണ് ഞാൻ
ആഗ്രഹിച്ചത്. കാരണം ഈ ഒരു പുസ്തകം ഇവിടെ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ചർച്ചയ്ക്ക് എടുക്കാൻ തന്നെ കാരണം അതിന്റെ ഗുണമുണ്ടായിരിക്കില്ല, മറ്റൊരിക്കലും അങ്ങനെ എടുക്കില്ല. അതുകൊണ്ട് അത്തരത്തിൽ മാത്രമല്ല, നേരത്തെ പ്രേമലു സിനിമകളെ കുറിച്ചൊക്കെ പറഞ്ഞു. പുതിയ കാലത്ത് ഈ മറ്റൊന്നുകൂടി പറയുകയാണ്, ഇത് സിനിമയാകാൻ അല്ല, നായകൻ മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാലാണ്. അതുപോലെ പ്രേമത്തിലെ നായികയാണ്, സിനിമയിലെ നായികയാണ് ഇതിലെ ആനന്ദിയായിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയും മോശപ്പെട്ട കൃതി ഇങ്ങനെ സിനിമയാക്കാൻ ഒരു നിർമ്മാതാവ് എന്ത് ചെയ്യില്ല, ഒരിക്കലും മുതിരില്ല. അതുകൊണ്ട് ഈ വായന നടക്കട്ടെ. അതുപോലെ വായനശാലയുടെ നല്ല രൂപത്തിലുള്ള ചർച്ചയാണ്. എല്ലാ വിമർശനങ്ങളെയും പരിനീർപ്പ് പോലെ സ്വീകരിക്കുന്നത്. ഈ ജ്യോതിഷിപ്പം പറഞ്ഞൊരു കാര്യത്തോടാണ്, ഭാഷ ലളിതമാവുന്നതും ഭാഷയിൽ തെറ്റു വരുന്നതും ഒന്നായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ തെറ്റ് എന്ന് പറയുന്നതും ചരിത്രത്തിൽ സംഭവിക്കുന്ന കാര്യം, അതായത് ഭാഷ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ കയ്യെഴുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ചെറിയ ഹ്രസ്വ വികാരങ്ങളിട്ട കയ്യെഴുത്താണ്. അത് നവീകരിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ സ്വാഭാവികമായി സംഭവിക്കുന്ന നവീകരണങ്ങൾ ഒരു ഭാഷയായിട്ട് സംഭവിക്കും. അതൊന്നും ഒരു വളരെ സ്പെസിഫിക് ആയ തെറ്റുകളെ നോർമലൈസ് ചെയ്യാൻ ഉപയോഗിക്കരുത് എന്നുള്ള നിലപാട് അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നത്, ഈ നോവലിന്റെ ഗുണമോ ദോഷമോ എന്നുള്ളതിനേക്കാളേറെ ഇത്തരം നോവലുകളെ പ്ലേസ് ചെയ്യുന്ന മലയാളത്തിന്റെ സാംസ്കാരിക ആലോചനകളിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ചർച്ച അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇവിടെ പ്രധാനമായി ഉയർന്നതാണ് നോവലിനേക്കാളും വായനയുടെ ഒരു ജനാധിപത്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പം ചില ആളുകൾക്ക് വായന വൈവിധ്യപൂർണ്ണമായിട്ടുള്ള വായനകളാണ് ഇവിടെ. അത്തരത്തിൽ ചർച്ച വളരെ സർഗാത്മകമായിട്ട് തന്നെ ഈ ചർച്ചയുടെ മുന്നോട്ട് പോയിട്ടുണ്ട്. വളരെ നല്ല ഒരു പുസ്തകം എടുത്തിട്ട് വലിയ പലതരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. എന്തായാലും ഇനം സാംസ്കാരിക വേദി നല്ല രീതിയിലുള്ള അപ്പൊ ഈ കാണാത്ത ഇങ്ങനെയുള്ള ചർച്ചകളൊന്നും ഇത്രയും ആളുകൾ പങ്കെടുത്തിട്ടുള്ള ചർച്ചകളൊന്നും ഉണ്ടാവാറില്ല. അപ്പൊ എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് സാംസ്കാരിക വേദി. അതുപോലെ കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയൊക്കെ ചേർന്ന് ചെയ്തിരിക്കുന്നത് നല്ലൊരു അനുഭവമായിരുന്നു. ഇതിലേക്ക് ക്ഷണിച്ചത് സതീഷിനാണ്. സതീഷിനോടുള്ള നന്ദി എല്ലാവരോടുള്ള പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിന് നന്ദി പറയുന്നതിന് വേണ്ടി ഇടത്തിന്റെ ജോയിന്റ് സെക്രട്ടറി മണിരാജ് പൂവിനെ ക്ഷണിക്കുന്നു. സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ധർമ്മജന്റെ ആനന്ദം എന്ന പുസ്തകത്തെ കുറിച്ചുള്ള ചർച്ചയാണ് കുന്നോലം ഗ്രാമപഞ്ചായത്ത് വായനശാലയും കുന്നമലത്തെ കലാ സാംസ്കാരിക സംഘടനയായ ഇടം സാംസ്കാരിക വേദി സംഘടിപ്പിച്ചിട്ടുള്ളത്. പുസ്തകത്തെ അധികരിച്ചു അതിലെ കാര്യങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് സാഹിത്യപരമായി എല്ലാ മേഖലയിലും തൊട്ട് തലോടിക്കൊണ്ട് ആധികാരികമായി ഒരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഈ ചടങ്ങിൽ ഈ സെമിനാറിൽ അധ്യക്ഷത വഹിച്ചത് ബഹുമാനിയായ കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി കുണ്ടുവൽ അവർകളാണ്. അവരെ ആദ്യമായി ഈ സംഘടന പേരിൽ വായനശാല പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഈ പുസ്തക ചർച്ച ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് പ്രഭാഷകനും എഴുത്തുകാരനും ഡോക്ടർ എ കെ അബ്ദുൽ ഹക്കീം സർ അവർകളാണ്. അദ്ദേഹത്തെയും സംഘടന പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. മുഖ്യാതിഥിയായി ഇതിൽ പങ്കെടുത്തത് ബഹുമാന്യനായ ഇടത്തിന്റെ പ്രസിഡന്റും സിനിമ നാടക നടനുമായ ബഹുമാന്യനായ വിജയൻകാരനാണ്. അവർക്കും ഔപചാരികതയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പുസ്തക ചർച്ചയുടെ വളരെ
ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മലയാള വിഭാഗം പ്രൊഫസർ ഡോക്ടർ സജിത അവർക്കാണ് അവരെയും ഈ ചടങ്ങിലേക്ക് നന്ദി രേഖപ്പെടുത്തുന്നത്. ഈ ചടങ്ങിൽ അതിഥികളെ പങ്കെടുത്തുകൊണ്ട് ചർച്ചയിൽ പങ്കെടുത്ത മാർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ചെറുകഥാകൃത്തുമായ KV ജ്യോതിഷ് സർ, വടകര പുത്തൂർ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ എഴുത്തുകാരനുമായ ഷിജു സാറിനെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ആശംസകൾ നേർന്നുകൊണ്ട് ചർച്ചയിൽ പങ്കെടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ ശിവലാൽ അവരെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്ന് ചർച്ചയിൽ പങ്കെടുത്ത ഇടം സെക്രട്ടറി എഴുത്തുകാരനായ മധുസൂദനൻ മന്ദിർപ്പാടം, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറും ആയിട്ടുള്ള P. പവിത്ര മാസ്റ്റർ, കലാ സാംസ്കാരിക പ്രവർത്തകൻ എഴുത്തുകാരനായ രാജു E, സാംസ്കാരിക പ്രവർത്തകൻ വിനോദ് മാസ്റ്റർ, ഗണേശൻ മാസ്റ്റർ, സജീഷ് എന്നിവർക്കും ഈ സംഘടന പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പരിപാടി ഇതുവരെ പങ്കെടുത്ത് ഈ പരിപാടി ഒപ്പിച്ച് വിജയമാക്കി തീർത്ത ഇടം സാംസ്കാരിക വേദിയുടെ പ്രവർത്തകർ, വായനശാല പ്രവർത്തകർ തുടങ്ങി ഇത് ഈ പരിപാടി മുഴുവൻ പേർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച ഇടം സാംസ്കാരിക വേദിയുടെ വൈസ് പ്രസിഡന്റും വായനശാല കമ്മിറ്റി അംഗവുമായ രവീന്ദ്ര മാഷും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ പരിപാടി അവസാനിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.